ഹലോ കൂട്ടുകാരെ, മാനയോഗം പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരവസാനമില്ലേ? ഇതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? അവസാനമൊക്കെ ഉണ്ട്, പക്ഷെ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. അങ്ങനെയായിപ്പോയി കഥ. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടല്ലോ അല്ലേ? എന്തഭിപ്രായം വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ മാലയോഗം 43-ാം ഭാഗത്തിലേക്ക്. ഉണ്ണിമായയെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ തക്ക വാക്കുകളൊന്നും അവൻ്റെ നാവിൽ വന്നില്ല. അവൻ അവളോടൊന്നും പറയാതെ വേഗതയിൽ ഡ്രൈവിംഗ് തുടർന്നു. അപ്പുവിനെ ഉടനെ തന്നെ ഐസിയുവിൽ കയറ്റണമെന്ന അവൻ്റെ ഡോക്ടറുടെ നിർദ്ദേശത്തിൽ നേഴ്സുമാർ ഓട്ടമായി. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ തന്നെ അപ്പുവിനെ ഐസിയുവിൻ്റെ അകത്തേക്ക് കയറ്റിയതാണ്. ദീർഘനേരമായിട്ടും അവനെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല. ആരെങ്കിലും ഐസിയുവിൽ നിന്നിറങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ഉണ്ണിമായ കാത്തുനിന്നു. കനലെരിയുന്ന ഹൃദയത്തിലേക്ക് വീണ്ടും വീയമൊഴിച്ച് ഉരുകിപ്പോയ മനസ്സോടെ ഉണ്ണിമായ ആ ഭിത്തിയിൽ ചാരി കിനിഞ്ഞിറങ്ങി തറയിലിരുന്നു. ഐസിയുവിൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ ഇറങ്ങി വരുന്നത് ആദ്യം കണ്ടത് വിഘ്നേശായിരുന്നു. അവൻ ഓടി ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടതും ഉണ്ണിമായ പാടുപെട്ട് തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും കാൽ തെന്നി താഴേക്ക് തന്നെ വീണു. അപ്പുവിനെ സ്ഥിരമായി കാണിക്കാറുള്ള ഡോക്ടർ തന്നെ ആയതുകൊണ്ട് അവൻ്റെ രോഗാവസ്ഥയെ കൃത്യമായി മനസ്സിലാക്കി അപ്പുവിനെ രക്ഷിച്ചെടുക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു വിഘ്നേഷ്. പക്ഷേ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഡോക്ടറുടെ മുഖഭാവം അതിലൊക്കെ വിപരീതമായ സൂചനയായിരുന്നു നൽകിയത്. നിസ്സഹായതയോടെ തൻ്റെ അരികിലേക്ക് പതിയെ നടന്നു വരുന്നവനെ വീക്ഷിച്ചു അവൾ എഴുന്നേറ്റു. വിഘ്നേഷ് അവളുടെ കരങ്ങളിൽ പതിയെ പിടിച്ചു. താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കെ ഉണ്ണിമായുടെ പ്രതികരണം ഓർക്കെ വിഘ്നേഷിൻ്റെ ഹൃദയമിടിപ്പ് അവന് കേൾക്കാൻ പാകത്തിൽ ഉയർന്നു തുടങ്ങി. ഐസിയുവിൻ്റെ വാതിൽ തുറന്നു വരുന്ന സ്ട്രക്ചറിൻ്റെ ശബ്ദം കേട്ടതും വിഘ്നേഷ് ഉണ്ണിമായുടെ കരങ്ങളിൽ നിന്നും പിടിവിട്ടു. അറ്റൻഡർമാർ പതിയെ സ്ട്രക്ചർ അരികിലേക്ക് ഉന്തി വന്നു നിർത്തി. ദേഹമൊട്ടാകെ വെള്ള പുതപ്പ് കൊണ്ട് മൂടിയ അപ്പുവിൻ്റെ മുഖത്തെ തുണി മാറ്റിയതും അവളൊന്ന് വിറച്ചു. വേച്ചു പോയി മിഴികൾ അടച്ചു കിടക്കുന്ന അപ്പുവിൻ്റെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി. അവളുടെ മിഴികൾ തോരാതെ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. അപ്പു വിളിക്കുമ്പോൾ ഒരു വേള അവളുടെ ഹൃദയം നിലച്ചു പോയെന്ന് പോലും ശങ്കിച്ചു പോകും. അത്രമേൽ ഹൃദയഭാരത്തോടെയാണ് ആ വിളി. പിന്നീട് ആ വിളി വലിയൊരു നിലവിളിയോടെ അപ്പുവിൻ്റെ മുഖത്ത് അവളുടെ മുഖം വെച്ച് പൊട്ടിക്കരയാൻ തുടങ്ങിയതും വിഘ്നേഷ് അവളെ പിടിച്ചു മാറ്റി. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കരയുന്നവളുടെ മുതുകിൽ കൈവെക്കാൻ പതറി വിഘ്നേഷ് നിന്നു. കണ്ണീർ കൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ മുൻവശം നനഞ്ഞത് നോക്കി നിൽക്കെ അവൻ്റെ ഹൃദയവും പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പുവിൻ്റെ രോഗം വളരെ മാരകമാണെന്ന് അറിയാമായിരുന്നെങ്കിലും അവൻ്റെ പെട്ടെന്നുള്ള വിടവാങ്ങൽ വിഘ്നേഷിന് വല്ലാത്തൊരു ആഘാതമായിരുന്നു. അതിലേറെ തന്നെ തളർത്തുന്നത് വിധിയാൽ തീർത്തും അനാഥയായ ഉണ്ണിമായ എന്ന പെൺകുട്ടിയുടെ നിസ്സഹായതയായിരുന്നു. ഉണ്ണിമായുടെ നാട്ടിൽ നിന്നും കവിതയും ഭരതനും വന്നതിന് ശേഷം മാത്രമേ അപ്പുവിൻ്റെ ചിതക്ക് തീ കൊടുത്തത്. വിവരമറിഞ്ഞു വെങ്കിടിയും ഭാഗ്യവും ഉടനെ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു. അഗ്നി ആ കുഞ്ഞു ദേഹത്തെ വിഴുങ്ങുമ്പോഴും അവന് നോവുമെന്ന് പറഞ്ഞു ഉണ്ണിമായ അലമുറയിട്ട് കരഞ്ഞു ഓടാൻ തുടങ്ങിയതും കവിതയും നിമിഷയും അവളെ ചേർത്തു പിടിച്ചു. കണ്ടു നിൽക്കുന്നവരുടെ പോലും ഹൃദയഭംഗമായ കാഴ്ച സുബ്ബലക്ഷ്മിയുടെ ഉള്ളുലച്ചു. കടവുളെ, அந்த குழந்தைக்கு பதிலாக എന്നെ കൂപ്പിട്ടെടുക്ക കൂടാതാ. നിറമിഴികളോടെ കൈകൾ കൂപ്പി അവർ പൂജാമുറിയിൽ തന്നെ ഇരുന്നു. അപ്പുവിന് യാതൊരു പരിചയം പോലും ആയിട്ടില്ലെങ്കിലും അവൻ്റെ പെട്ടെന്നുള്ള മരണം അവരുടെ ഉള്ളുലച്ചു. അപ്പുവിൻ്റെ അസുഖത്തെക്കുറിച്ച് നാട്ടിൽ അറിവില്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ പെട്ടെന്നുള്ള മരണം അപകട മരണമാണോ എന്ന ശങ്കയിലായിരുന്നു കവിതയും ഭരതനും. നിമിഷയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതും കേട്ടവരുടെ മിഴികൾ നിറഞ്ഞൊഴുകി. നിങ്ങളെ കൂടെ വിഷമത്തിലാക്കേണ്ടെന്ന് പറഞ്ഞ് ഉണ്ണിമായ അപ്പുവിൻ്റെ രോഗവിവരം മറച്ചു വെച്ചതാ. നിമിഷയുടെ വാക്കുകൾ കേൾക്കെ കവിത ഭിത്തിയിൽ തലച്ചായ്ച്ച് കിടന്നു. ഉണ്ണിമായെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നിന്നെ ഇവിടെ വിട്ടിട്ട് ഞാൻ പോകില്ല ഉണ്ണിമായ, നീ എൻ്റെ കൂടെ വാ. നിലവിളിയോടെ കവിത ഉണ്ണിമായുടെ മടിയിലേക്ക് ചായഞ്ഞു വീണു പോയി. എവിടേക്ക് പോയാലും എനിക്ക് നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടുമോ? ജീവനുണ്ടെന്നേ ഉള്ളൂ. അവളുടെ മിഴികൾക്ക് പോലും അനക്കമുണ്ടായിരുന്നില്ല. വിഘ്നേഷിൻ്റെ അഭ്യർത്ഥന പ്രകാരം കവിതയും ഭരതനും 2 ദിവസം ഉണ്ണിമായുടെ കൂടെ താമസിച്ചിട്ടേ തിരികെ പോയതുള്ളൂ.
അത്രയെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് അവൻ്റെ മനസ്സിൽ സ്ഫുരിച്ചു. ദിവസങ്ങൾ ഒച്ചയിഴയും പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ക്ഷീണിച്ചു തളർന്നവൾ വീണ്ടും വീണ്ടും ക്ഷീണിച്ചു. കണ്ണ് ഉന്തിയും കഴുത്തിലെ എല്ല് പൊന്തിയും ഉണ്ണിമായ എന്ന സുന്ദരിയുടെ ശോചനീയമായ ദുരവസ്ഥ എടുത്തു കാണിച്ചു. വിഘ്നേഷ് അവൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊണ്ടു കൊടുക്കുമെങ്കിലും അവൾ അതൊന്നും കഴിക്കാൻ കൂട്ടാക്കില്ലായിരുന്നു. ഏതു നേരവും മുറിയിൽ ജനലോരം ഇരുന്ന് പുറത്തേക്ക് മിഴി നട്ടിരിക്കുന്നവളുടെ അരികിൽ സുബ്ബലക്ഷ്മി വന്നിരുന്ന് സംസാരിച്ചു തുടങ്ങുമെങ്കിലും ഉണ്ണിമായുടെ മനസ്സ് അവിടെ എങ്ങും അല്ലെന്ന് അവളുടെ കണ്ണിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു. അതോടെ അപ്പുവിൻ്റെ മരണം അവളുടെ മനസ്സിനാകെ മൂടി കീഴ്പ്പെടുത്തിയെന്ന് വിഘ്നേഷിനും അമ്മയ്ക്കും പൂർണ്ണ ബോധ്യമായിരുന്നു. ഈ സംഘർഷത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഏറെ സമയമൊന്നും എടുക്കില്ല എന്ന് അവർക്ക് ഉറപ്പായി. വിക്കി, ആ കുട്ടിക്ക് നീ മാത്രമേ ഉള്ളൂ. ഏതവസ്ഥയിൽ താലി കെട്ടിയതായാലും അവൾ നിന്റെ ഭാര്യയാണ്. ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ വെച്ച് നീ കെട്ടിയ താലി അവൾക്ക് നീ തിരിച്ചു കൊടുക്ക്. അത് അവളുടെ കഴുത്തിൽ കിടക്കട്ടെ. കാരണം ആ താലിയുടെ അവകാശി അവൾ മാത്രമാണ്. വിരൽ ചൂണ്ടി സംസാരിച്ച് മുന്നോട്ട് പോകുന്ന തൻ്റെ അമ്മയുടെ വാക്കുകൾ അവനെ നിശ്ചലമാക്കുന്നു. ഉണ്ണിമായുടെ കഴുത്തിൽ താലി കാണാത്തതിനെ പറ്റി ഒരിക്കൽ പോലും അമ്മ തിരക്കാത്തതിനെക്കുറിച്ച് അതിശയത്തോടെ മുമ്പേ അവൻ ചിന്തിച്ചിരുന്നു. മുറിയിൽ ചെന്നപ്പോൾ ഉണ്ണിമായ വിഘ്നേഷിൻ്റെ മുറി അടിച്ചു വാരി തുടച്ചു ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും അവൾ ബക്കറ്റും വെള്ളവും എടുത്ത് ഹാളിലെ വാഷ്റൂമിലേക്ക് പോയി. ജോലിക്കാരി ഉണ്ടെങ്കിലും മുകളിലെ മുറികൾ വൃത്തിയാക്കുന്നതും സുബ്ബലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കുന്നതും ഉണ്ണിമായ ആയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച കാലം അവൾ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നത് കൊണ്ട് തന്നെ മുകളിലെ ഹാളും ആ 2 മുറികളും ആകെ അലങ്കോലമായിരുന്നു. കുളി കഴിഞ്ഞു വരുന്ന വിഘ്നേഷ് കണ്ടത് ബെഡിലിരിക്കുന്ന ഉണ്ണിമായ ആയിരുന്നു. അവനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. ഉണ്ണിമായ അവിടേക്ക് വന്ന നാൾ തൊട്ടേ ഉടുക്കാനുള്ള ഷർട്ടും പാൻറ്റും എടുത്തേ വിഘ്നേഷ് കുളിക്കാൻ പോകുമായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ മുൻപത്തെ പോലെ തോർത്ത് മാത്രം എടുത്ത് വരാൻ തുടങ്ങി. സാർ, എനിക്കൊരു സഹായം ചെയ്തു തരുമോ? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പറയുന്നവളുടെ മുഖം വിഘ്നേഷ് നോക്കി നിന്നു. ക്ഷീണിച്ചു അവശയായ അവളുടെ മുഖത്തേക്ക് നോക്കും തോറും അവൻ്റെ ഉള്ളം വിങ്ങിക്കൊണ്ടിരുന്നു. അവൻ താലി കെട്ടുന്ന ആ ദിവസം വരെ അതീവ സുന്ദരിയായിരുന്നു അവൾ. മുഖത്ത് രക്തം തൊട്ടെടുക്കാൻ വിധം ചുവപ്പ് തുടുത്തവളാണിപ്പോൾ നിർജീവമായി രക്തം വറ്റി വിളറി വെളുത്തിരിക്കുന്നത്. കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളുടെ പ്രതീകമാണ്. ഇവളിൽ എങ്ങനെ ജീവൻ കെടുക്കുന്നുവെന്ന് പോലും അവൻ അതിശയിച്ചു പോയി. അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ വിഘ്നേഷ് അവൾക്ക് തൊട്ടടുത്ത് വന്നു. അവൾ അവൻ്റെ നോട്ടത്തിൻ്റെ ധ്വനി, അതും അലിവോടെയുള്ള ആ നോട്ടം മനസ്സിലായതും ഉണ്ണിമായ പതിയെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതും പരാജയമായിരുന്നു. വിഘ്നേഷ് ഇന്ന് അവൾക്ക് മുമ്പിൽ നിൽക്കുന്ന പോലൊരു നിൽപ്പ് അവളും നിന്നതാണ് 2 ദിവസം മുമ്പ്, അതും അടുത്തുള്ള അവളുടെ മുറിയിലെ കണ്ണാടിക്ക് മുമ്പിൽ. അവൾ അവളെ തന്നെ വീക്ഷിച്ചും നിരീക്ഷിച്ചും നിന്നത് എത്ര നേരമാണെന്ന് പോലും നിശ്ചയമില്ലായിരുന്നു. ഉണ്ണിമായ്ക്ക് എന്നോട് എന്തും പറയാം. അതിന് ഈ അനുവാദം ചോദിക്കലിൻ്റെ ആവശ്യമില്ല. അവൻ്റെ അനുകമ്പയോടെയുള്ള ആ വാക്കുകൾ അവൾക്ക് അല്പം ആശ്വാസം നൽകിയെന്ന് സത്യമാണ്. അപ്പു എൻ്റെ അമ്മയോടൊപ്പം ഉറങ്ങിക്കോട്ടെ. സമാധാനമായി അവൻ എൻ്റെ അമ്മയുടെ നെഞ്ചിൽ ഉറങ്ങാണെന്ന് ആശ്വസിച്ചെങ്കിലും എനിക്ക് ജീവിക്കാലോ. വാക്കുകൾ പറഞ്ഞു തീർക്കാൻ കഴിയാതെ കരച്ചിൽ ചീളുകൾ അവളുടെ നാവിനെ വിഴുങ്ങി. ചിതാഭസ്മം കൊണ്ട് ഞാൻ നാളെ രാവിലെ തന്നെ ബസ്സിന് നാട്ടിലേക്ക് പൊക്കോട്ടെ. അവിടെ അമ്മയുടെ അസ്ഥിത്തറക്കരികിൽ അവനും ഒരു അസ്ഥിത്തറ പണിയണം. അതെല്ലാം കഴിഞ്ഞതും ഞാൻ തിരികെ വരാം. എന്നെ പോവാൻ അനുവദിക്കണം. അവളെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു. അത് ആ വാക്കുകളിൽ പ്രകടമായിരുന്നു. അപ്പുവിൻ്റെ ദേഹം ഉണ്ണിമായുടെ നാട്ടിൽ കൊണ്ടുപോയി ദഹിപ്പിക്കാം എന്നൊരു സംസാരം തുടക്കത്തിലേ ഉണ്ടായിരുന്നുവെങ്കിലും അത്രയും ദൂരം, അതും ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടെന്നോർത്ത് ആ തീരുമാനം വേണ്ടെന്ന് വെച്ചതായിരുന്നു. ഒടുക്കം സുബ്ബലക്ഷ്മിയുടെ അഭിപ്രായപ്രകാരമാണ് വിഘ്നേഷിൻ്റെ വീട്ടിൽ വെച്ച് അവനെ ദഹിപ്പിച്ചത്. ആചാരമെങ്കിലും അവളുടെ നാട്ടിലുണ്ടാവട്ടെ എന്നവൾ ആഗ്രഹിക്കുന്നത് ന്യായമാണ്. ഉണ്ണിമായ ബസ്സിലൊന്നും പോകണ്ട, ഞാൻ കൊണ്ടുവിടാം. അത്രയും പറഞ്ഞ് അവൻ മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ ഉണ്ണിമായ അവളുടെ മുറിയിൽ പോയി അലമാരിയിൽ എടുത്തു വെച്ച ചിതാഭസ്മം നിറഞ്ഞ മൺകുടം മടിയിൽ വെച്ചുകൊണ്ടവൾ കൈകൊണ്ട് പൊതിഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക് തന്നെ വിഘ്നേഷും ഉണ്ണിമായയും കുന്നിമണി ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അധികം വൈകാതെ ഇങ്ങോട്ട് തന്നെ വരില്ലേ മോള്?
യാത്ര ചോദിക്കുമ്പോൾ സുബ്ബലക്ഷ്മിയുടെ മിഴികൾ ഈറനണിഞ്ഞിരുന്നു. അധികം ആരെയും പരിഗണിക്കുകയോ ഇഷ്ടപ്പെടുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത സുബ്ബലക്ഷ്മി ഉണ്ണിമായ എന്ന സാധു പെണ്ണിൻ്റെ സ്നേഹത്തിനും കരുതലിനും മുൻപിൽ മൂക്കും കൊത്തി വീണിരിക്കുന്നു. വിഘ്നേഷ് ഇരുവരുടെയും സംഭാഷണം ശ്രവിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ പുലരാൻ വെമ്പുന്ന മേഘങ്ങളിലായിരുന്നു. സാർ എന്ത് ജോലി തന്നാലും മുഴുമിപ്പിക്കാൻ എനിക്ക് യോഗമില്ലെന്ന് തോന്നുന്നു. വിഘ്നേഷിനൊപ്പമുള്ള യാത്രയിൽ അവർക്കിടയിൽ തളം കെട്ടി നിന്ന മൗനത്തെ ഭേദിച്ചത് ഉണ്ണിമായയുടെ ആ വാക്കുകളായിരുന്നു. അവളുടെ മുഖത്തെ ശോകം മാറി പ്രസന്നമായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിലെ ഒരു ചെറു ആഗ്രഹമെങ്കിലും സഫലമാകുമല്ലോ എന്ന ആശ്വാസമായിരിക്കാം അവളുടെ മാറ്റത്തിന് കാരണം. മാറട്ടെ, നോവുകളെല്ലാം മറന്ന് അവളൊന്ന് ജീവിക്കട്ടെ. വിധി ആർക്കും തടുക്കാനാകില്ല. എങ്കിലും അസഹ്യമായ വേദനകൾ നൽകി അവളെ ഇനിയും തളർത്തരുതേ എന്നവൻ അറിയാതെ ഉരുവിട്ടു. സാറെന്താ ഓർക്കുന്നേ? അവൾ പറഞ്ഞതിനൊന്നും മറുപടിയില്ലെന്ന് കണ്ടതും ഉണ്ണിമായ്ക്ക് ശങ്കയായി. ഞാനിപ്പോൾ നൽകിയ എൻ്റെ ഭാര്യ പദവി താൻ പാതിക്കിട്ടു പോകുമോ? ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തൊരു ആദിയും ചെറുപുഞ്ചിരിയും കാണാമായിരുന്നു. ഇല്ല സാർ, ഞാൻ ഒരിക്കലും പോകില്ല. സാർ പറയുന്ന അത്രയും നാൾ ആ വീട്ടിൽ ഞാൻ അമ്മയ്ക്കൊപ്പം ഉണ്ടാവും. സ്വന്തമെന്ന് പറയാനും ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും ഉണ്ണിമായ്ക്ക് സാറും സാറിൻ്റെ കുടുംബം മാത്രമേ അല്ലേ ഉള്ളൂ. നിങ്ങളാരെയും ഞാൻ ഒരിക്കലും മറക്കില്ല. മിഴിയിൽ നിന്നിറങ്ങുന്ന മിഴിനീർ കണം അവൾ വിരലാൽ തുടച്ചു. മതി, ഉണ്ണിമായ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനി താൻ കരയാൻ പാടില്ല. ഈ കണ്ണുനീർ കണ്ടെനിക്ക് മടുത്തു. കരഞ്ഞ് ഇനിയും ആ കണ്ണിൽ കണ്ണുനീരുണ്ടോ? അവൻ്റെ സ്വരത്തിൽ ശാസനയും താക്കീതും കരുതലും ഉണ്ടായിരുന്നു. എടോ ഉണ്ണിമായ, താൻ തൻ്റെ കോലം കണ്ടോ? എന്തിനിങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത്? സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ണിമായുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, നമ്മുടെ വിവാഹം അടക്കം. പക്ഷേ അതിനൊന്നും ഉണ്ണിമായ തെറ്റുകാരിയല്ല. വിധി അങ്ങനെ സംഭവിപ്പിക്കണമെന്നായിരിക്കാം. ഉണ്ണിമായ ആരോഗ്യം ശ്രദ്ധിക്കണം, നേരത്തിന് ഉറങ്ങണം, കഴിക്കണം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. വിഘ്നേഷിൻ്റെ വാക്കുകൾ അവളിൽ ഒരു പുച്ഛച്ചിരി വിടർന്നു. സാർ, എനിക്ക് എൻ്റെ ജീവൻ എടുക്കാൻ പേടിയാണ്. അതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന എനിക്ക് എന്തിന് എൻ്റെ മേൽ കരുതൽ? എൻ്റെ അപ്പുവിന് 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിച്ച കൊതി തീരും മുമ്പേ അവൻ പോയി. അവന് ജീവിക്കാൻ വിധിയില്ലാത്ത ഈ ഭൂമി എനിക്കും വേണ്ട സാർ. സമനില തെറ്റിയവളെ പോലെ പറയുമ്പോൾ അവളുടെ നോട്ടം പിറകിലെ സീറ്റിൽ വെച്ചിരിക്കുന്ന ചിതാഭസ്മം നിറച്ച കുടത്തിലായിരുന്നു. മുഖം പൊത്തി ഉണ്ണിമായ സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നപ്പോൾ വിഘ്നേഷ് നിശബ്ദനായി. താൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ അവളുടെ ചിന്തകൾ അതൊന്നും അംഗീകരിക്കാത്ത വികലമായ അവസ്ഥയിലാണെന്ന് അവന് തോന്നി. സന്ദർഭങ്ങളാണ് മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളുടെ നിയന്ത്രണം. ശിവാംഗി തന്നെ വിട്ട് അവളുടെ ഭാവി സുരക്ഷിതമാക്കി മറുനാട്ടിലേക്ക് പോയപ്പോൾ താനും ചിന്തിച്ച കാര്യങ്ങളല്ലേ ഇപ്പോൾ ഉണ്ണിമായ പറഞ്ഞതെന്നും വിഘ്നേഷ് ഓർത്തു. ഇനി അങ്ങോട്ട് റോഡില്ല സാറേ, കാർ ഇവിടെ നിർത്തിക്കോളൂ. കുന്നിമണി ഗ്രാമത്തിലേക്ക് അവലെ എത്തിയപ്പോൾ ഉണ്ണിമായ പറഞ്ഞു. ചായക്കടക്കരികിലായി കാർ സൈഡാക്കിയതും ഉണ്ണിമായ പുറത്തേക്കിറങ്ങി. പിറകിലിരിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ ഡോർ തുറക്കാൻ നോക്കിയതും ലോക്കായിരുന്നു. വിഘ്നേഷ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി മുൻവശത്ത് കൂടെ ചുറ്റി വന്ന് അവൾക്ക് ലോക്കായ ഡോർ തുറന്നു കൊടുത്തു. വിഘ്നേഷിനെ ഉണ്ണിമായ ഉറ്റുനോക്കി ചായക്കടയിലെ സ്ഥിരം ആളുകൾ പരസ്പരം എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. എറണാകുളത്ത് കിടന്നു കൊടുത്തതും മതി വരഞ്ഞിട്ടാണോടി ഈ പണച്ചാക്ക് പയ്യന്മാരെയും കൊണ്ട് ഈ കുന്തിമണി ഗ്രാമത്തിലേക്ക് വന്നത്? തങ്കപ്പൻ്റെ കൂട്ടുകാരൻ അനിൽ ഒരു വല്ലാത്ത ഭാവത്തോടെ അവരുടെ കാറിനടുത്തെത്തി. തുടരും. പാവം ഉണ്ണിമായ്ക്ക് അവിടെയും രക്ഷയില്ല. സ്വന്തം നാട്ടിലേക്ക് വന്നിട്ടുള്ള ഒരവസ്ഥയാണിത്. എന്തൊരവസ്ഥയാണല്ലേ, വല്ലാത്തൊരു അനാഥത്വം. അപ്പോൾ വിഘ്നേഷ് പറയുന്ന പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും വിഘ്നേഷിൻ്റെ വാക്കുകൾ ഞാൻ കണ്ടെടുക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. അടുത്ത പാർട്ടുമായിട്ട് ഉടനെ വരാം. താങ്ക് യു.